ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2025 ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അതിലെ രണ്ടാമത്തെ ഡേ ആണ് ഇന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഡേയിൽ റേഷ്യോ പ്രൊപ്പോർഷനിലെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ്, കോളേജ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. CGL 2025 ക്രാഷ് കോഴ്സ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് കംപ്ലീറ്റ് ആയിട്ട്. ഫണ്ടമെന്റൽ ഇല്ലാത്തവർക്ക് ഫൗണ്ടേഷനും അതുപോലെ ബാക്കി ക്ലാസ്സുകൾ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ എല്ലാ ലെവലിലുള്ള ക്ലാസ്സുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ് ജോയിൻ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. ഇത് ഓൺലൈൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ്, ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചെയ്തു. അപ്പോൾ അതിൽ 7 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇഫ് എക്സ് ഈസ് ദ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ 39 and 156 ആൻഡ് വൈ ഈസ് ദ തേർഡ് പ്രൊപ്പോർഷണൽ ടു 26 and 36, then 6x ratio 13y ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന്റെ മീൻ പ്രൊപ്പോർഷൻ. ഇതിന്റെ കൺസെപ്റ്റുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് തന്നാൽ അതിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ റൂട്ട് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? മീൻ പ്രൊപ്പോർഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 39 156 ആണ്. ഇത് കാണുമ്പോൾ തന്നെ 39 ഗുണം 4 ആണ് 156 എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരണം. 39 ഗുണം 4 34 120 9 36. അപ്പോൾ 39 ഇൻറ്റു 156 ചെയ്യുമ്പോൾ 39 ഇൻറ്റു 39 ഇൻറ്റു 4 ആണിത്. 39 ഇൻറ്റു 39 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 39 വരും, 4 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 2 വരും. അങ്ങനെ 39 ഗുണം 2 78 ആണ് ഇതിന്റെ മീൻ പ്രൊപ്പോർഷൻ എന്ന് ഒറ്റയടിക്ക് നോക്കുന്നവൻ ആരാണോ അവനാണ് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഫീൽഡ് ഉള്ളവരാണ്. ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ അങ്ങനെ ചെയ്യുന്ന ഒരാളും അതിന്റെ കൂടെ ഇങ്ങനെ 39 ഗുണം 156 എന്ന് എഴുതി റൂട്ട് ഓഫ് 39 ഇൻറ്റു 156 39 ഗുണം 4 കിട്ടിയില്ലെങ്കിൽ ഇത് ഭയങ്കര പ്രയാസമായിരിക്കും. റൂട്ടിന് പുറത്തൊരു 39, 4 റൂട്ടിന് പുറത്തുമ്പോൾ 2, ഇങ്ങനെ 78 എന്ന് എഴുതി ചെയ്യുന്ന ഒരാൾ. ഇതും പഠിച്ച ഒരാൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ ഇങ്ങനെ ചെയ്തോളൂ. എന്നാൽ അവിടെ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഡയറക്റ്റ് എഴുതുന്നതും ഇതും വ്യത്യാസമുണ്ട്. ഇപ്പൊ 6x എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു ഇതാണ് 78, 6 ഇൻറ്റു 78, 6 ഇൻറ്റു 78, 6 ഇൻറ്റു 78. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ പേപ്പറിൽ ഇതായിരിക്കണം ആദ്യം എഴുതേണ്ടത്. ഇനി അടുത്തത് 13 ഇൻറ്റു y. 13y എന്ന് പറഞ്ഞാൽ y എന്താണ്? y ഇസ് തേർഡ് പ്രൊപ്പോർഷൻ. എയുടെയും ബിയുടെയും തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? b² a. b² a ആയിരിക്കും. രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ തേർഡ് പ്രൊപ്പോർഷൻ. ഇപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ 13 ഇൻറ്റു y ആണ് എഴുതേണ്ടത്. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? y എന്ന് പറഞ്ഞാൽ b², രണ്ടാമത്തെ സ്ക്വയർ 36 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 8 24. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 12 ഇവിടെ നിർത്താൽ ഇവിടെ 2 വരും, 12 എടുത്താൽ ഇവിടെ 3 വന്നു, 2 വെച്ചിട്ടുമ്പോൾ ഇവിടെ 18 വന്നു, 18 3 54. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വരുന്നത് 13 ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 13 ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 6 വരും. പിന്നെ 6 ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 9 വരും. 3 വെച്ച് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 2:3 വരും. അല്ലെങ്കിൽ നമുക്ക് പറയാം രണ്ടാമത്തെ വലുതാണ് 2:3. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ എഴുതുന്നത് ഇത്ര മാത്രമേ നിങ്ങളുടെ പേപ്പറിൽ കാണാവൂ, ബാക്കി കാര്യങ്ങളെല്ലാം അണ്ടർസ്റ്റുഡ് ആക്കുക. അപ്പൊ അങ്ങനെ പല പല കൺസെപ്റ്റുകളാണ് ഈ ഒരു റേഷ്യോ പ്രൊപ്പോർഷൻ ചാപ്റ്ററിലുള്ളത്. അടുത്ത ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. എ നമ്പർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ് ഇൻ ദ റേഷ്യോ 8:12:5. 8, 12, 15 ഓരോ പാർട്ടും ഇങ്ങനെയുള്ള ഒരു റിലേഷനിലേക്ക് മാറി. 8, 12, 5 മാറിയെന്നല്ല. ആദ്യത്തെ 8 ആണെങ്കിൽ രണ്ടാമത്തെ 12 ആണ്, മൂന്നാമത്തെ 5 ആണ്. മൂന്നാമത്തെയാണ് ഏറ്റവും ചെറുത്, നടുക്കത്തെയാണ് ഏറ്റവും വലിയ പാർട്ട്. അത് മനസ്സിലാക്കിക്കുക. 12 is added to the first part, 18 is subtracted from the second part, and the third part is increased by 20%, thus making the new ratio 10:96. What is the new number? അപ്പൊ ഇവിടെ എല്ലാത്തിനെയും മാറ്റിയിട്ടുണ്ട്. 18 എന്ത് ചെയ്തു? 12 ആദ്യത്തേത് കൂട്ടി, 18 മറ്റേതിൽ നിന്ന് കുറച്ചു, തേർഡ് പാർട്ട് എന്ത് ചെയ്തു? 20% കൂടി. അപ്പൊ എന്തായി? റേഷ്യോ ഇത്രയായി. വാട്ട് ഈസ് എ ന്യൂ നമ്പർ? അതായത് പുതിയ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് പറയാം 8, 12, 15, 5 ഇതായിരുന്നു നമ്മുടെ ഓൾഡ് റേഷ്യോ. ഞാൻ OR എന്ന് എഴുതും. ഇതെന്ത് ചെയ്തു? ഇതിനകത്ത് 12 കൂട്ടി, ഇതിനകത്ത് നിന്ന് 18 കുറച്ചു, ഇനി എന്ത് ചെയ്തു? 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ആയപ്പോഴാണ് 10ഉം 9ഉം 6ഉമായിട്ട് മാറിയത്. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂ റേഷ്യോ, ന്യൂ ആയിട്ടുള്ള റേഷ്യോ എന്നാണ് ന്യൂ റേഷ്യോ. അപ്പൊ ഇത് ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ ഈ കൺസെപ്റ്റ് പറഞ്ഞില്ല, എന്നിട്ട് എങ്ങനെ വേഗത്തിൽ എഴുതാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എത്രയാണ് കൂടിയത്? സം എത്രയാണുള്ളത്? 20ഉം 5ഉം 25. ഇപ്പൊ എത്രയാണ് സം? 19, 6, 25. അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇനിഷ്യൽ കേസിലും ടോട്ടൽ സം നമ്മൾ കൂട്ടുമ്പോൾ 12ഉം 8ഉം 12, 20, 5, 25 ആയിരുന്നു. ഇപ്പോഴും ഭാഗ്യത്തിന് തന്നിരിക്കുന്ന സം എത്രയാണ്? 19, 6, 25.
ഇത് ഈക്വൽ അല്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഇതിന് രണ്ടേ സമ്മിന് ഈക്വൽ ആണ്. കാര്യം ഇവിടുത്തെ സമ്മ് ഈക്വൽ ആയേ പറ്റും. അപ്പൊ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇവിടുത്തെ ഓരോ യൂണിറ്റുകളും എന്താണ്, സെയിം തന്നെയാണ്. അതായത് ഇത് 8x എന്ന് എഴുതിയാൽ ഇനി 10x എന്ന് എഴുതാം, 12x എന്ന് എഴുതിയാൽ 9x എന്ന് എഴുതാം, 5x എന്ന് എഴുതിയാൽ 6x എന്ന് എഴുതാം. കാര്യം 20% കൂടുക കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സമ്മ് എന്താണ്, സമ്മ് സെയിം ആണ്. സമ്മ് സെയിം ആയതുകൊണ്ട് നമ്മളുടെ പരിപാടിയൊക്കെ നടക്കും, അല്ലെങ്കിൽ സമ്മ് അത് സെയിം ആക്കും. അപ്പൊ ഇവിടെ എന്ത് പറയാം, നമുക്ക് 8ൽ നിന്ന് 10 ആവാൻ റേഷ്യോയില് 2 യൂണിറ്റ് നമുക്ക് അറിഞ്ഞൂടാ. ഒറിജിനൽ നമ്പർ ഇങ്ങനെയല്ല, 25 അല്ല ഒറിജിനൽ നമ്പർ. 25ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനെ കൊടുക്കുക. 25 ഗുണം 6 ആണ് നോർമൽ കേസിൽ. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സമ്മ് സെയിം ആണ്, 2 യൂണിറ്റ് ആണ് റേഷ്യോയിൽ കൂടുന്നത്. അപ്പൊ 2 യൂണിറ്റ് കൂടുന്നതിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് എത്ര, 12. അല്ലെങ്കിൽ നമുക്ക് 18. 3 യൂണിറ്റാണ് കുറയുന്നത്, 3 യൂണിറ്റ് കുറയുന്നതിന്റെ വാല്യൂ ആണ് ഒറിജിനൽ തന്നിട്ടുള്ളത് 18 യൂണിറ്റ്. ഇത് ഒറിജിനലാണ്, ഇത് റേഷ്യോ ആണ്. അപ്പൊ 2 യൂണിറ്റ് ഇവിടെ കൂടിയ 2ന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് എ സം ആണ്. സം എന്ന് പറഞ്ഞാൽ എന്താണ്, സം എന്ന് പറഞ്ഞാൽ 19 6 25. 25ന്റെ വാല്യൂ ആണ് ചോദിച്ചത്. അതാണ് ആ സമ്മാണ് ന്യൂ നമ്പർ. ഒരു നമ്പറിനാണ് ഡിവൈഡ് ചെയ്തത്. ന്യൂ നമ്പർ ആയാലും ഓൾഡ് നമ്പർ ആയാലും ഇപ്പൊ എത്ര തന്നെയാണ്, 25 എണ്ണം. അപ്പോൾ 6 × 25 നമുക്ക് എന്ത് കൊടുക്കാം, 150 ആൻസർ. എന്നാൽ എക്സാമിന് ചോദിച്ചാൽ എന്ത് പറയാം, നമുക്ക് സമ്മ് 25ന്റെ മൾട്ടിപ്പിൾ ഉള്ള രണ്ടിടത്തും ആദ്യം നോക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സമ്മ് നോക്കാം. 25 25 സമ്മ് സെയിം ആണ്. 8ൽ നിന്ന് 2 കൂടിയാണ് 10 ആയത്. ഇപ്പൊ 2ന്റെ വാല്യൂ 12 ആണെങ്കിൽ 1ന്റെ വാല്യൂ 6 ആണ്. സം 25 × 6 150. 25 മൾട്ടിപ്പിൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ ചെയ്യും, പെൻ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന. അപ്പൊ നിങ്ങൾ ചെയ്ത മെത്തേഡുമായിട്ട് ഒന്ന് എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഗുണമുള്ള മെത്തേഡ് ആണെങ്കിൽ പഠിക്കാം. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേർക്ക് നല്ല ടൈം എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഇതിന് എന്തുണ്ട്, ഒരുപാട് ടൈം എടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ടൈം എടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. 1 bacteria split into 8 bacteria to the next generation. But due to environmental condition, only 50% remains and the remaining 50% dies after producing the next generation. If the 7th generation number is ഇത്രയാണെങ്കിൽ, 3 million ആണെങ്കിൽ, then find the number at the first generation. അപ്പൊ ഇവിടെ പറയുന്നു എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ഇൻടു 8 ബാക്ടീരിയ. അതായത് എക്സ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെങ്കിൽ എന്തായി, 8x ആയി നെക്സ്റ്റ് ജനറേഷൻ. പക്ഷേ ഇതിന്റെ 50% നെക്സ്റ്റ് ജനറേഷൻ ആയെങ്കിലും 50% എന്ത് ചെയ്യും, നിൽക്കും, 50% ചാവും. അപ്പൊ 50% എന്ത് ചെയ്യുന്നുള്ളൂ, ജീവിക്കുന്നുള്ളൂ. ഇതിന്റെ 50% എന്ന് പറഞ്ഞാൽ എത്ര, 4x പകുതി. അപ്പൊ 4x എന്ത് ചെയ്യും, നിൽക്കും. അപ്പൊ എക്സ് ആദ്യം ഉണ്ടായിരുന്നു, അടുത്ത ഡിക്കേഡ് ആണോ ജനറേഷൻ, 7th ജനറേഷൻ. അപ്പോൾ 7th ജനറേഷൻ വരെ പോകുന്നുണ്ട്. നമുക്ക് ടൈം ഒന്നും പറയത്തില്ല. ഇനിഷ്യലി അത് എക്സ് ഉണ്ടായിരുന്നു, ബാക്കി 8x എന്നാലും ബാക്കി 16x ഉള്ളൂ. ഇതിന്റെ 4 ഇരട്ടി ബാക്കി നിൽക്കത്തുള്ളൂ. അല്ലെ 8 ഇരട്ടി ഉണ്ടാവും, എന്നാലും അതിന്റെ പകുതി 8 ഇരട്ടി, 8ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇരട്ടി എന്ത് ചെയ്തുള്ളൂ, ബാക്കി നിൽക്കും. അടുത്ത 16x ആവും, അടുത്ത ഇതിന്റെ 4 ഇരട്ടി 64x ആവും, ഇതിന്റെ 4 ഇരട്ടി 256x ആവും, ഇതിന്റെ 4 ഇരട്ടി 1024, 1024x ആവും. ഇപ്പോഴത്തെ ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, അടുത്ത 7th ആണ്. 1024 × 4 എത്രയാണ്, 4096. അപ്പൊ 4096 എക്സ് ആവും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ പോയിരുന്നത് ഇങ്ങനെയായിരുന്നു ആവേണ്ടത്. അപ്പൊ ഇവിടെ ഈ 4096 അടുത്ത സ്റ്റെപ്പ്, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ എഴുതാം. അപ്പൊ 4096 വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. എത്ര, 4096 മില്യൺ. 4096 മില്യൺ. അതിന്റെ അർത്ഥമാണ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 1. അപ്പൊ then find the number for the first generation എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ കൊടുത്തേക്കുന്നത്, 1 ആണ്. 1 മില്യൺ ആണ്. 1 മില്യൺ 4096 ഇൻറ്റു എക്സ് ആണ്. 4096 മില്യൺ എന്ന് പറഞ്ഞു. എക്സ് എന്ന് പറഞ്ഞാൽ 1 മില്യൺ ആണെങ്കിൽ ഇനിഷ്യലി ഉള്ള ഫസ്റ്റ് ജനറേഷന്റെ സ്റ്റാർട്ടിങ് എത്ര ഉണ്ട്, 1 മില്യൺ. സിമ്പിൾ ആണ്, നോക്കുക. ഓപ്ഷൻ സി എന്ത് ആൻസർ കൊടുക്കുക. പിന്നെ അത് എന്തുണ്ട്, ഈ കാര്യം മാത്രം നോക്കുക. 50% നിൽക്കും, 50% ചാവും. എക്സ് ഉള്ളത് 8x ആയാൽ എക്സ് ഉള്ളത് 8x ആയാൽ ബാക്കി ആരേ ഉള്ളൂ, 50% എന്ത് ചെയ്യത്തുള്ളൂ, നിൽക്കത്തുള്ളൂ. 4x മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ബാക്കി നിൽക്കത്തുള്ളൂ. യെസ്, ക്ലിയർ ആണത്? ഒരുപാട് സമയം എടുക്കുന്നതല്ലേ. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. Out of the 120 application for a post, 70 are male and 80 have a driving license. 70 പേര് ആണുങ്ങളാണ്, 80 പേർക്ക് എന്തുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ്. അതിൽ ആണുങ്ങളും ഫീമെയിലും. വാട്ട് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ മിനിമം ടു മാക്സിമം നമ്പർ ഓഫ് മെയിൽസ് ഹാവിംഗ് ഡ്രൈവിംഗ് ലൈസൻസ്? നല്ല ക്വസ്റ്റ്യൻ. ഇപ്പൊ ടോട്ടൽ 120 ആളുകളുണ്ടെങ്കിൽ അതിൽ 70 മെയിലുണ്ട്, 50 ഫീമെയിൽ ഉണ്ട്. അപ്പൊ മാക്സിമം ടോട്ടൽ 80 പേരാണ് എന്ത് ഉള്ളത്,
ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളൂ. മാക്സിമം മിനിമം ടു മാക്സിമം നമ്പർ ഓഫ് മെയിൽ. അപ്പം മാക്സിമം മെയിലിനും ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ മാക്സിമം എത്രയാണ്? 70 മെയിലിനും എന്ത് വേണം? ലൈസൻസ് വേണം. അങ്ങനെയാണെങ്കിൽ 10 ഫീമെയിലിന് ലൈസൻസ് ഇല്ല. എന്നാൽ മിനിമം എത്ര ആണുങ്ങൾക്ക് ലൈസൻസ് വരാം? 50 ഫീമെയിലേ ഉള്ളൂ. ഈ 50 ഫീമെയിലിനും ലൈസൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര വേണം? 80 പേർക്ക് ലൈസൻസ് വേണം. 50 ഫീമെയിലിനും അവിടെ ലൈസൻസ് വന്നു കഴിഞ്ഞാൽ ബാക്കി 30 മെയിലിന് എന്ത് വന്നേ പറ്റൂ? ലൈസൻസ് വന്നേ പറ്റൂ. മിനിമം നമ്പർ എത്താണ്? 30 മെയിലിന് എന്ത് വേണം? ലൈസൻസ്. അപ്പൊ നമുക്ക് വാട്ട് ഇസ് റേഷ്യോ ബിറ്റ്വീൻ മിനിമം ടു മാക്സിമം? മിനിമം ടു മാക്സിമം എന്ന് പറഞ്ഞാൽ മിനിമം എത്ര പേർക്ക്? 30 പേർക്ക്. മാക്സിമം എത്ര പേർക്ക്? 70 പേർക്ക്. 3:7. ഓപ്ഷൻ എ നമുക്ക് എന്ത് കൊടുക്കാം? ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഈ ഒരു ടൈപ്പ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. അടുത്ത 12ാമത്തെ ക്വസ്റ്റൻ. In a population, the product of the first and fourth terms is proportion. The product of the first and fourth term is 70 and that of the second and third terms is 3.5y. Then the value of 5. So proportion എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിന്റെ റേഷ്യോ തേർഡ് നമ്പറിന്റെ ഫോർത്ത് നമ്പറിന്റെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ഫോർത്ത്. എന്നാൽ ഇത് ഇൻറ്റു ഇത് ഫസ്റ്റ് ഫോർത്ത് എത്രയാണ്? 70. ഫസ്റ്റ് ഇൻറ്റു 4 ഈക്വൽ ടു ഫസ്റ്റിന്റെ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ ഡി ഈക്വൽ ടു സി ബി ആണ്. ഇതൊക്കെ മൈൻഡിൽ ചെയ്യാനുള്ള ഫസ്റ്റിന്റെ ഫോർത്തിന്റെ ടേംസിന്റെ അല്ലെങ്കിൽ എ ഈസ് ടു ബി പ്രൊപ്പോർഷണൽ ടു സി ഈസ് ടു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് പ്രോഡക്റ്റ് ദൂരെയുള്ള പ്രോഡക്റ്റ് അടുത്തടുത്തുള്ള പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ദൂരെയുള്ള പ്രോഡക്റ്റ് ആണ് 70. 70 ഈക്വൽ ടു സെക്കൻഡ് ആൻഡ് തേർഡ് 3.5y ആണ്. വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 70/3.5. 70/35 2 പിന്നെ എന്ത് ചെയ്യും? പോയിന്റ് ഉണ്ടായതുകൊണ്ട് ഒരു 0 കൂടെ അധികം വരും. y ഈക്വൽ ടു 20. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ ദ റേഷ്യോ ഓഫ് ദ പ്രൈസ് ഓഫ് എ മൊബൈൽ ആൻഡ് എ സ്പീക്കർ ഈസ് 5:2. ദ ആവറേജ് പ്രൈസ് ഓഫ് 2 മൊബൈൽസ് ആൻഡ് എ സ്പീക്കർ ഈസ് 2000. ദ ടോട്ടൽ സം ഓഫ് ദ പ്രൈസ് ഓഫ് 3 മൊബൈൽ ആൻഡ് 2 സ്പീക്കർ. ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പം ചെയ്യാൻ പറ്റും നോക്കാം. 5:2 ചെയ്ത് നോക്കാം. ത്രീ മൊബൈലിന്റെ 2 സ്പീക്കറിന്റെ. ഇപ്പൊ ഇവിടെ നോക്കി, ഒരു മൊബൈലിന്റെ പ്രൈസ് 5 ആണെങ്കിൽ ഒരു സ്പീക്കറിന്റെ പ്രൈസ് 2 ആണ്. 3 മൊബൈൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 മൊബൈൽ എന്ന് പറയുമ്പോൾ 5 ഗുണം 3 2 സ്പീക്കർ എന്ന് പറയുമ്പോൾ 2 ഗുണം 2. റേഷ്യോ എത്ര വരണ്ടേ? 15:4 വരുന്നത്. ടോട്ടൽ സം എത്ര വരുന്നത്? 15 19 ആണ്. ടോട്ടൽ സം 19. അതായത് 3 മൊബൈലും 2 സ്പീക്കറും. അങ്ങനാണെങ്കിൽ ഇതിന്റെ 15 വരും, 4 യൂണിറ്റും വരും. 15 ആണെങ്കിൽ 4 ആണ്. ടോട്ടൽ സം 19 ആണ് വരുന്നത്. നമ്മുടെ ടോട്ടൽ സം എന്തായിരിക്കും? 19ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് 19 മൾട്ടിപ്പിൾ അല്ല, ഇത് 19 മൾട്ടിപ്പിൾ ആണ്. 19 അല്ല. ഓപ്ഷൻ ബി മാത്രമേ എന്തുള്ളൂ? 19ന്റെ മൾട്ടിപ്പിൾ. അതാണ് ഒരു വഴി. ആൻസർ എന്തായിരിക്കും? 19 മൾട്ടിപ്പിൾ. അതൊരു വഴി. ഇവിടെ പറഞ്ഞു ഗിവൻ ആവറേജ് എത്രയാണ് എന്നുള്ളത്. 2 മൊബൈലിന് 5 രൂപയാണെങ്കിൽ 5 യൂണിറ്റ് ആണെങ്കിൽ 2 മൊബൈൽസ് ആൻഡ് സ്പീക്കർ. ഒരു സ്പീക്കറിന് ഞാൻ 2 കൊടുക്കുന്നത്. എൻ്റെ ആവറേജ് 2 3 ഉണ്ട്. ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ആണ് 2000 ആണ്. ഇപ്പൊ 12 വാല്യൂ ആണ് 600. 10 2 12. 12/3 4 യൂണിറ്റിന്റെ വാല്യൂ ആണ്. റേഷ്യോ അല്ലാണ്. 4 യൂണിറ്റിന്റെ വാല്യൂ ആണ് 2000. നമുക്ക് എത്ര വേണം? 19 യൂണിറ്റിന്റെ വാല്യൂ ആണ് വേണ്ടത്. 4 2000 ആണെങ്കിൽ 500 കൊണ്ട് നമുക്ക് ചെയ്തു. ഇവിടെ 19നെ 500 കൊണ്ട് ഗുണിക്കണം. 9 തന്നെ. അങ്ങനെ ചെയ്യും. ഈ മെത്തേഡ് മനസ്സിലായോ? ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് ജനറൽ മെത്തേഡാണ്. അപ്പം 5ഉം 2 ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? 3 മൊബൈലും 2 സ്പീക്കറുമാണ്. അത് 19 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ റേഷ്യോയിൽ തന്നിട്ടുള്ള എന്താ? 5 ആണ്. 5x ഇട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2 മൊബൈൽ 2 × 5 10. ഒരു സ്പീക്കർ 2. അപ്പൊ 12/3 അതിന്റെ വാല്യൂ 2000. 12 ആണ് എന്റെ വിലയെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ആണ്. 3 ആണ്. 2 മൊബൈൽ ഒരു സ്പീക്കർ. 4ന്റെ വാല്യൂ ആണ് 2000. 19ന്റെ വാല്യൂ ആണ് 4 × 500 ആണ് 2000. 19 × അങ്ങനെ ചെയ്യും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു മെത്തേഡ് ശ്രദ്ധിക്കും. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ബോർഡർ ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്യാൻ പറ്റും നോക്കേ. The ratios of number
t and a number 3 less than the number t is compounded with a number 5 more than the number t to the number t. The resulting ratio is 4:3. What is the value? So compounding എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് t is to less than a number t, 3 less than 3. So t ratio t minus 3 compounded with എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതുന്നത്. A number 5 more than number t plus 5 ratio t. അപ്പൊ അതിന്റെ ഈ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് 4:3 എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതും നമ്മൾ a is to b proportional to b is to d c is to d എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും a by b എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ a into ഇത് ഈക്വൽ ടു ഇത് ഇൻറ്റു ഇതായി അങ്ങനെ വേണം ചെയ്യാം. t into t അങ്ങനെ ചെയ്യാം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോ a is to b compounded to c is to d എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ a by b compounded to വളരെ ഇമ്പോർട്ടന്റ് ആണ് c by കോമ്പൗണ്ടിങ് റേഷ്യോ. നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി അല്ല. ഈ കോമ്പൗണ്ടിങ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്റർ രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ എഴുതാം a into c, ഡിനോമിനേറ്റർ രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ എഴുതാം b into d. അതാണ് ഇതിലുള്ളത് 4/3 എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തോ ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ടിയും ടി പ്ലസ് 5 ശ്രദ്ധിച്ചോളാം. ടി ഇൻറ്റു ടി പ്ലസ് 5 ഡിവൈഡഡ് ബൈ അത് ന്യൂമറേറ്റർ വന്നു ടി ഇൻറ്റു ഇവിടുത്തെ ടി ഇൻറ്റു ടി മൈനസ് 3 അത് ഡിനോമിനേറ്റർ വന്നു. അതാണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ശ്രദ്ധിച്ചോളാം. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി അല്ല. ന്യൂമറേറ്റർ രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ എഴുതുക, ഡിനോമിനേറ്റർ രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതുക. ഇതിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 4/3. ടി ഇൻറ്റു ക്യാൻസലായി ടിയുടെ വാല്യൂ ആണ് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ നോക്കാം. ടി പ്ലസ് 5ന്റെ വാല്യൂ എന്തായിരിക്കണം? 4ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. ഇതിന്റെ 5 കൂട്ടിയാൽ 30, ഇതിന്റെ 5 കൂട്ടിയാൽ 32, 4ന്റെ മൾട്ടിപ്ലൈ. ഇതിന്റെ 5 കൂട്ടിയാൽ 31, 4ന്റെ മൾട്ടിപ്ലൈ അല്ല. 5 കൂട്ടിയാൽ 33, 4ന്റെ മൾട്ടിപ്ലൈ അല്ല. ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. എന്ത്? ടിയുടെ വാല്യൂ 27 കൊടുത്താൽ 27 ഗുണം 5 32, 27 മൈനസ് 3 24, 8 വെച്ച് കിട്ടുമ്പോൾ 4/3 സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ പറയുന്നു ടി പ്ലസ് 5 4ന്റെ മൾട്ടിപ്ലൈ ആണ്, ടി മൈനസ് 3 3ന്റെ മൾട്ടിപ്ലൈ ആണ്. ടി പ്ലസ് 5 4ന്റെ മൾട്ടിപ്ലൈ ആണ് ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി മാത്രമേ. അങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം. മൊത്തം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു ഓപ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ആണ്. കാണുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും, പക്ഷേ സൊല്യൂഷൻ കാണുമ്പോൾ എളുപ്പമായി. There are 6 parameters a, b, c, d, e, f that are related as follows. A varies as square root of b, b varies as cube of c, c varies as fourth root of d, d varies as square of e, and e varies as cube root of f. If a varies as the nth power of f, then find the value of a. നല്ല ക്വസ്റ്റൻ ആണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? a proportional to square root of b, b യുടെ സ്ക്വയർ റൂട്ട് b raised to 1/2. b പറയുന്നത് proportional to cube of c, c ന്റെ ക്യൂബ് ആണ്. c varies as fourth root of d, c proportional to b raised to 1/4. fourth over എങ്ങനെ എഴുതും? d varies as square root of e, e raised to square of e, e square ആണ്, e സ്ക്വയർ ആണ്. e varies as cube root of f, e എന്ന് പറഞ്ഞാൽ proportional to f ന്റെ raised to 1/4. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയും എഫ് തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ എ മുതൽ എഫ് വരെ റിലേഷൻ എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? എ മുതൽ എഫ് വരെ എവിടെ വരായി? നമ്മൾ ഈ വരെ എ മുതൽ എഫ് വരെ. അപ്പൊ എ എടുത്തു കഴിഞ്ഞാൽ എ പ്രൊപ്പോർഷണൽ ടു ബി ഇങ്ങനെ പോവാം. ബി സി സി ഡി ഡി ഇ ഇ എഫ് ഇങ്ങനെ പോവാം. അപ്പൊ എന്ത് ചെയ്യാം? ഇതിന്റെ ഇടയ്ക്കുള്ള എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക്. അപ്പോൾ എ പ്രൊപ്പോർഷണൽ ടു എഫ് റേസ് ടു എന്തൊക്കെയാണ് ഇവിടെ പവർ വരുന്നത് അതെല്ലാം മൾട്ടിപ്ലൈ എഫ് റേസ് ടു ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് രണ്ട് തമ്മിലുള്ള റിലേഷൻ /2 ഇൻറ്റു ഇവിടെ എന്താണ് പവർ 3 ആണുള്ളത്. 3 ഇൻറ്റു ഇവിടെ എഴുതാം. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. /2 × 3 ഇൻറ്റു 1/4 ഇൻറ്റു 2 ഇൻറ്റു 1/10. നമുക്ക് എന്താ പറയാം? എ പ്രൊപ്പോർഷണൽ ടു ഇവിടെ ഈ ടൂവും പോയി ഈ ത്രീയും പോയി 1/4 എഫ് റേസ് ടു 1/4. അപ്പൊ നമുക്ക് എന്ത് പറയാം? എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? a varies as n power of f, a proportional to അത് പറയുന്നത് a proportional to f raised to n എന്ന് പറയാം. n വരെ ആരാണുള്ളത്? 1/. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ. ഈ ഫൈനൽ സ്റ്റെപ്പ് എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ദിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഒരുപാട് പേര് ചെയ്തില്ല. പെൻ ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന് എന്ത് ചെയ്താൽ മതി? പവർ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ്
ഇവിടെ ABCD ആണ്, സ്ക്വയർ റൂട്ട് 1/2, B ക്യൂബ് ആണ് 3, 1/4 റൂട്ട് 1/4, സ്ക്വയർ ഇൻറ്റു 2, ക്യൂബ് റൂട്ട് 1/3. ഇത്രയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റേസ് ടു 1/4. അതിൻ്റെ അർത്ഥം A പ്രപ്പോർഷൻ ടു F റേസ് ടു 1/4. യെസ്. അപ്പൊ നമുക്ക് റേഷ്യോയിലെ CGL-ന് വേണ്ടി 15 ക്വസ്റ്റ്യൻസ് നമ്മൾ 2 ക്ലാസ് ആഡ് ചെയ്തു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യാം നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാക്സിമം ഫ്രീക്വൻസി കൂട്ടി എന്ത് ചെയ്യുന്നതായിരിക്കും, ക്ലാസ്സിൽ തരുന്നതായിരിക്കും. നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള യൂസ് ആയിട്ടുണ്ടെങ്കിൽ 15 ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചു, പുതുതായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് പറയുക. ക്ലാസ്സുകൾ പഠിക്കേണ്ടവർക്ക് ക്ലാസ് എടുത്ത് കാണുക.